ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച ആശംസിക്കുന്നു. ഇന്ന് ശങ്കര സ്തോത്ര തരംഗിണി ആരംഭിച്ച് 89-ാം ദിവസമാണ്. നമ്മുടെ ആചാര്യ ഭഗവത്പാദകൃതങ്ങളായ അനേക സ്തോത്രങ്ങൾ നമ്മൾ വ്യാഖ്യാനം കണ്ടു കഴിഞ്ഞു. ഇനിയും എത്രയോ കിടക്കുന്നു. എത്ര കാലം ഭഗവാൻ അനുവദിക്കുന്നുവോ അത്രയും കാലം നമുക്ക് തുടരാം. എങ്ങനെയാണ് ഭഗവാന്റെ നിശ്ചയം വെച്ചാൽ അതുപോലെ ഒഴുകട്ടെ ഈ തരംഗിണി. എന്തായാലും ഇതുവരേക്ക് ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം 2 ക്ലാസ്സുകളും മുടങ്ങാതെ തുടർന്നു. ഇപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സ്തോത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദശശ്ലോകി സ്തുതി എന്നാണ്. ദശശ്ലോകി സ്തുതി എന്ന് പറഞ്ഞാൽ തന്നെ അത് ശിവസ്തുതിയാണ്. പക്ഷേ എങ്കിലും വേറൊരു ദശശ്ലോകി കൂടി ആചാര്യകൃതമായിട്ടുണ്ട്. അത് വേദാന്ത ചിന്തയാണ്, വേദാന്ത ധ്യാനം, അനുസന്ധാനം, അങ്ങനെയുള്ളൊരു ദശശ്ലോകി ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ശിവദശശ്ലോകി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ശിവദശശ്ലോകി സ്തുതി 10 ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിന് ദശശ്ലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നോക്കാം. അതിമനോഹരമായിട്ടുള്ളൊരു ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്ന, സൂചിപ്പിക്കുന്ന ശ്ലോകങ്ങളാണ് ഓരോ ശ്ലോകങ്ങളും. അതിലൂടെ നമുക്ക് ആസ്വദിച്ച് പോകാം. ശ്ലോകം വായിക്കാം. ഓം സാംബോ നഃ കുലദൈവതം പശുപതേ സാംബ ത്വദീയവയം സാംബം സ്തൗമി സുരാസുരോരഗണാഃ സാംബേന സന്ധാരിതാഃ സാംബായാസ്തു നമോ മയാ വിരചിതം സാംബാത് പരം നോ ഭജേ സാംബസ്യാനുചരോസ്മ്യഹം മമ രതിഃ സാംബേ പരബ്രഹ്മണി. വിഷ്ണ്വാദ്യാശ്ച പുരത്രയം സുരഗണാ ന ശക്താഃ സ്വയം യം ശംഭും ഭഗവൻ വയം തു പശവോസ്മാകം ത്വമേവേശ്വരഃ സ്വസ്വതാന നിയോജിതാ സുമനസഃ സ്വസ്താ ബഭൂവുസ്തദാ തസ്മിൻ മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി.
ശോണീയസ്യ രഥോ രഥാംഗയുഗളം ചന്ദ്രാർക്കബിംബദ്വയം കോദണ്ഡകനകാചലോ ഹരിരഭൂത് ബാണോ വിധിസാരഥിഃ തൂണീരോ ജലധിഃ ഹയാശ്രുതിചയോ മൗർവീഭുജംഗാദിഭഃ തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി യേനാപാദിതമംഗജാംഗബസിതം ദിവ്യാംഗരാഗൈः സമം യേന സ്വീകൃതമബ്ജസംഭവശിരഃ സൗവർണപാത്രൈः സമം യേനാംഗീകൃതമച്യുതസ്യ നയനം പൂജാരവിന്ദൈः സമം തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി ഗോവിന്ദാദധികം ന ദൈവതമിതി പ്രോച്ചാര്യ ഹസ്തൗ ഉഭൗ ഉദ്ധൃത്യാദ ശിവസ്യ സന്നിധിഗതോ വ്യാസോ മുനീനാം വരഃ യസ്യ സ്തംഭിതപാണിരാനതികൃതാ നന്ദീശ്വരേണാഭവത് തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി ആകാശഃ ചികുരായത്തെ ദശദിശാ ഭോഗോ ദുകൂലായത്തെ ശീതാംശു പ്രസവായത്തെ സ്ഥിരതരാനന്ദസ്വരൂപായത്തെ വേദാന്തോ നിലയായത്തെ സുവിനയോ യസ്യ സ്വഭാവായത്തെ തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി വിഷ്ണുർയസ്യ സഹസ്രനാമ നിയമാത് അംബോരുഹണ്യർച്ചയൻ ഏകോനോപചിതേഷു നേത്രകമലം നൈജം പദാബ്ജദ്വയേ സംപൂജ്യാസുരസംഹതിം വിദലയൻ ത്രൈലോക്യപാലോ ഭവത് തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി ശൗരിം സത്യഗിരം വരാഹവപുഷം പാദാംബുജാദർശനേ ചക്രേ യോദയയാ സമസ്തജഗദാം നാഥം ശിരോദർശനേ മിഥ്യാവാചമപൂജ്യമേവ സതതം ഹംസസ്വരൂപം വിധിം തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി യസ്യാസൻധരണീ ജലാഗ്നിപവനവ്യോമാർക്കചന്ദ്രാദയോ വിഖ്യാതസ്തനവോഷ്ടദാ പരിണതാ നാന്യത്തതോ വർത്തതേ ഓംകാരാർത്ഥവിവേചിനി ശ്രുതിരയം ചാചഷ്ടതുല്യം ശിവം തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി വിഷ്ണുബ്രഹ്മസുരാദിഭപ്രഭൃതയഃ സർവേപി ദേവാ യദാ സംഭൂതാത് ജലധേർവിഷാത് പരിഭവം പ്രാപ്താസ്തദാ സത്വരം താനാർത്താൻ ശരണാഗതാനിധി സുരാൻ യോ രക്ഷതർദ്ധ അർദ്ധക്ഷണാത് തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി ഇതി ആദിശങ്കര ഭഗവത്പാദകൃതാ ദശശ്ലോകീ സ്തുതി സമ്പൂർണ. ഹരി ഓം. അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ്. അർത്ഥം മനസ്സിലാക്കി സ്തുതിക്കുകയാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഓരോ ശ്ലോകമായിട്ട് നോക്കാം. ഇതിലെല്ലാ ശ്ലോകത്തിലും പൊതുവായിട്ട് അവസാനത്തെ വരി അത് നിങ്ങൾ കേട്ട് കാണും അല്ലേ? തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. ഇത് കോമൺ ആയിട്ട് ഈ 9 ശ്ലോകങ്ങളിലുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ വേറൊരു രീതിയിലാണ് മമ രതിഹി സാംബേ പരബ്രഹ്മണി എന്ന് ഒതുക്കി.
ബാക്കിയുള്ളതിലൊക്കെ തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. എന്താ അതിന്റെ അർത്ഥം? തസ്മിൻ സാംബേ, ആ സാമ്പനിൽ. തസ്മിൻ സാംബേ എന്ന് പറഞ്ഞാൽ, തസ്മിൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നാണ്. സാമ്പനയോട് വിശേഷിപ്പിച്ചതുകൊണ്ട് ആ സാമ്പനിൽ. ആരാണ് ഈ സാമ്പൻ? ആ വിശേഷണങ്ങളാണ് മുൻവരികളിൽ പറയുന്നത്. ഓരോ ശ്ലോകത്തിലും മുമ്പുള്ള 3 വരികളിൽ ഏതൊരു സാമ്പനെ കുറിച്ച് പറയുന്നുവോ. സാമ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അംബാ സമേതൻ എന്ന അർത്ഥത്തിലാണ് സാമ്പൻ. അംബയാ സഹ വർത്തതേ ഇതി സാംബഃ. അംബ എന്ന് പറഞ്ഞാൽ പരാശക്തി, മഹാദേവി, പാർവതീ ദേവി. അപ്പൊ പാർവതീ സമേതനായിരിക്കുന്ന ശക്തി സ്വരൂപത്തോടു കൂടിയവനായ, ശക്തി സ്വരൂപിണിയായ ദേവിയോടുകൂടിയവനായ മഹാദേവനിൽ, സാംബ സദാശിവനിൽ. അദ്ദേഹം ആരാണ്? പരബ്രഹ്മണി എന്ന് ഓരോ ശ്ലോകത്തിലും പറയുന്നുണ്ട്. പരബ്രഹ്മണി, ആ സാമ്പൻ തന്നെയാണ് എന്ത്? പരബ്രഹ്മം, പരമമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമ കാരണം. ബ്രഹ്മം എന്നുള്ളത് എല്ലാറ്റിനും കാരണമായ വസ്തുവിനെ പറയുന്നതാണ് ബ്രഹ്മം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. എവിടെ നിന്നാണോ ഈ കാണുന്ന സർവചരാചരങ്ങളും ഭൂതങ്ങളെല്ലാം ജായന്തേ, എല്ലാം ഉത്ഭവിച്ചു വരുന്നത്, എല്ലാറ്റിൻ്റെയും ആവിർഭാവ സ്രോതസ്. യേന ജാതാനി ജീവന്തി, യാതൊന്നിനാൽ വ്യാപ്തമായിട്ടാണോ എല്ലാം നിലനിൽക്കുന്നത്, ജീവിക്കുന്നത്. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം മുഴുവൻ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്. യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. അവസാനം എല്ലാം പ്രയാണകാലത്തിൽ ഓരോന്നിൻ്റെയും മരണകാലത്ത് യാതൊന്നിലേക്കാണോ പ്രയാണം ചെയ്ത് പ്രവേശിക്കുന്നത്, ഏതൊന്നിൽ ചെന്ന് ലയം പ്രാപിക്കുന്നുവോ. അപ്പൊ ഈ കാണാവുന്ന ചരാചരങ്ങൾ മുഴുവൻ യാതൊന്നിൽ നിന്ന് ആവിർഭവിച്ച് യാതൊന്നിനെ ആശ്രയിച്ച് നിലനിന്ന് യാതൊന്നിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നുവോ, ആ തത്വത്തിനെയാണ്, ആ പരമമായ സത്യത്തിനെയാണ് വേദം, ഉപനിഷത്തുക്കൾ ബ്രഹ്മം എന്ന് പറഞ്ഞത്. ആ ബ്രഹ്മത്തെക്കുറിച്ച് ലക്ഷണമാണ് ഇപ്പൊ പറഞ്ഞത്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി എന്ന് ഗുരു ശിഷ്യന് ഇത് എന്താണ് ഈ പരമമായിട്ടുള്ള സത്യമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അപ്പൊ അതാണ് ബ്രഹ്മം. ഇത് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്ന ലക്ഷണത്തിലൂടെ ബ്രഹ്മത്തെ നിർവചിച്ചതാണ്. തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാല് കാര്യത്തിൽ നിന്ന് കാരണത്തെ അനുമാനിക്കുന്ന ലക്ഷണം. അതിന്റെ പേരാണ് തടസ്ഥ ലക്ഷണം എന്ന്. കാര്യം കണ്ടാൽ ഇതിന് കാരണമുണ്ടാകും എന്ന് അനുമാനിക്കാം. ഏതൊരു യുക്തിയുള്ള, ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന ഒരാൾക്കും എന്തൊരു കാര്യം കണ്ടാലും ഏതൊരു ഇഫക്റ്റിന് പുറകിലും ഒരു കോസ് ഉണ്ടാവും എന്ന് നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്നതിനാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. തടസ്ഥം എന്ന് പറഞ്ഞാല് മലയാളത്തിൽ പറയുന്ന തടസ്സം അല്ല, അത് തടസ്സം, ഇത് തടസ്ഥം. തടസ്ഥം എന്നാൽ തടേ സ്ഥിതം. തടേ സ്ഥിതം, തടത്തിൽ സ്ഥിതി ചെയ്യുന്നത് തടസ്ഥം. എന്താ തടസ്ഥം? തടേ സ്ഥിതം എന്ന് പറഞ്ഞാല്, തടം എന്ന് പറഞ്ഞാല് ഒരു ജലാശയത്തിന്റെ വരമ്പിനെയാണ് തടം എന്ന് പറയുന്നത്. ഉള്ളില് ജലമുണ്ട്, അതിന്റെ വരമ്പാണ് തടം. നമ്മൾ തടം എടുക്കുക, തെങ്ങിന് തടം എടുക്കുക, വാഴയ്ക്ക് തടം എടുക്കുക, കൃഷിക്ക് എല്ലാറ്റിനും തടം എടുക്കാറുണ്ട്. എന്തിനാ? ഉള്ളിൽ വെള്ളം കെട്ടി നിർത്താനായിക്കൊണ്ട്. അപ്പൊ വരമ്പുകളൊക്കെ തടങ്ങളാണ്. കുളത്തിന്റെ വരമ്പാവാം, ഒരു തടാകത്തിന്റെ വരമ്പാവാം, എല്ലാറ്റിനെയും തടം എന്ന് പറയും. നദിയുടെ തീരങ്ങള് തടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നദിക്ക് തടിനി എന്ന പേരുണ്ട്. 2 തടങ്ങളോട് കൂടിയവൾ, 2 കരകളോട് കൂടിയവൾ എന്നാണ് തടിനി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള തടത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് തടസ്ഥം എന്ന് പറയുന്നത്. എന്താ അത് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ജലാശയത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള വൃക്ഷലതാദികൾ, സസ്യലതാദികൾ നല്ല പുഷ്ടി ഉണ്ടാവും. അത് ദൂരത്തുനിന്ന് നോക്കിയാൽ തന്നെ അറിയാം. ബാക്കിയുള്ളിടത്തൊന്നും വെള്ളമില്ലെങ്കിൽ അവിടെയുള്ള സസ്യജാലങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം പ്രത്യേകമായിട്ട് പച്ചപ്പ് കാണുന്നു. അപ്പൊ യുക്തിയുള്ള ഒരാള് എന്ത് അനുമാനിക്കും? ഇത് തടസ്ഥമാണ് എന്ന് അനുമാനിക്കും. എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു
ജലാശയത്തിന്റെ കരയിൽ നിൽക്കുന്ന, സമീപം നിൽക്കുന്നതായിട്ടുള്ള സസ്യജാലങ്ങളാണ് എന്ന് അനുമാനിക്കാൻ കൊച്ചു കുട്ടികൾക്കും യുക്തിയുണ്ട്, സാധിക്കും. അപ്പൊ എന്തനുമാനിച്ചു? ഉടനെ തന്നെ അടുത്ത് ജലാശയമുണ്ട് എന്ന്. അപ്പൊ കാര്യമായ തടസ്ഥത്തിൽ നിന്ന്, തടത്തിൽ സ്ഥിതി ചെയ്യുന്ന വൃക്ഷലതാദികളിൽ നിന്ന് കാരണമായിരിക്കുന്ന ജലത്തെക്കുറിച്ച് ഉള്ള അറിവ് കിട്ടി. അപ്പൊ ജലം അന്വേഷിച്ച് നടക്കുന്ന ഒരാള് എവിടെയും കാണാനില്ല. അങ്ങനെ നിരാശനായിട്ട് മതിയാക്കാൻ നിൽക്കുമ്പോഴാണ്, എവിടെയും വെള്ളമില്ല, ഇതൊരു മരുഭൂമിയാണ് എന്ന് തീരുമാനിച്ച് മടങ്ങാൻ നിൽക്കുമ്പോഴാണ്, അവശനായി ക്ഷീണിതനായിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പച്ചപ്പ് എവിടെയെങ്കിലും കണ്ടതെന്ന് വിചാരിക്കുക. അയാൾ ഡയറക്റ്റായിട്ട് വെള്ളത്തെ കാണുന്നില്ല, വെള്ളത്തെ ഡയറക്റ്റായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ പച്ചപ്പ് കണ്ടു. അതോടുകൂടി അയാൾക്ക് ഉദ്ദേശ്യമായി, അനുമാനമായി, എന്താണ്, ഈ പച്ചപ്പിന് കാരണം അവിടെ ജലമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ പച്ചപ്പിന്റെ അടുത്തേക്ക് ചെന്നാൽ സമീപത്ത് ജലാശയം ഉണ്ടാവും. അപ്പൊ എന്റെ ദാഹം തീർക്കാം, എന്റെ ക്ഷീണം തീർക്കാം, അതുകൊണ്ട് വേഗം പോകാം എന്ന് ആ പച്ചപ്പ് അയാളെ ജലത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ കാര്യം കാരണത്തിലേക്ക് നയിക്കുന്നു, ഇല്ലേ? അതിന്റെ പേരാണ് തടസ്ഥ ലക്ഷണം എന്ന്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചമാകുന്ന കാര്യത്തെ കാണുന്നു. ഈ പ്രപഞ്ചമാകുന്ന കാര്യത്തെ കാണുന്ന നമുക്ക് ഇതിനൊരു കാരണം ഉണ്ടാകാതിരിക്കില്ല എന്ന് ഏത് ബുദ്ധിമാനും ചിന്തിക്കാം. കാരണം കാരണമില്ലാതെ ഒരു കാര്യം ഇല്ല. ശൂന്യതയിൽ നിന്ന് ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ? ശുദ്ധമായിട്ടുള്ള ശൂന്യതയായിരുന്നു മുമ്പുണ്ടായിരുന്നതെങ്കിൽ ആ ശൂന്യതയിൽ നിന്ന് ശൂന്യതയേ ഉണ്ടാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ശൂന്യമല്ല നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഞാനും ശൂന്യമല്ല, കാണുന്ന നിങ്ങളൊന്നും ശൂന്യമല്ല, ഈ നമ്മുടെ ചുറ്റുമുള്ള ലോകവും ശൂന്യമല്ല. നമ്മൾ കാണുന്ന ഈ പ്രകൃതി, പർവ്വതങ്ങൾ, സമുദ്രം, നദി, വൃക്ഷങ്ങൾ, മനുഷ്യർ, ജന്തുക്കൾ, പക്ഷികൾ, കാറ്റ്, തീയ്, ഇതെല്ലാം നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രയോജനം നമുക്കുണ്ട്. അതിൻ്റെ ദുഃഖങ്ങളോ സുഖങ്ങളോ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ശൂന്യമല്ലല്ലോ. അപ്പൊ ഇത് എവിടുന്നോ ഇത് ഉള്ളതാണെങ്കിൽ ഇത് മുമ്പുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് മുമ്പൊരു കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എവിടുന്നാണ് ഉണ്ടായി വന്നത്? അപ്പൊ ഇതിനൊക്കെ ബീജമായിരിക്കുന്ന, ഇതിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുവാൻ സാമർഥ്യമുള്ള ഒരു ഓംനി പൊട്ടന്റ് ആയിരുന്ന ഒരു വസ്തു മുമ്പുണ്ടായിരുന്നു. സർവശക്തനായിട്ടൊരു വസ്തു മുമ്പുണ്ടായിരുന്നു. ആ സാധ്യതയിൽ നിന്നാണ്, ആ പൊട്ടൻസിയിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ആവിർഭവിച്ചത്. നമ്മള് ഒരു കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പേ നമ്മള് ഒരു വിത്ത്, ഒരു ചെറിയ ആലിന്റെ വിത്ത്, ഇത് മുളച്ചു വരട്ടെ എന്ന് സങ്കല്പിച്ചിട്ട് അവിടെ കുഴിച്ചിട്ടിട്ട് നമ്മൾ നാട് വിട്ട് പോയി. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതേ സ്ഥാനത്ത് വലിയൊരു നല്ല ഉയരത്തിലൊരു പടർന്നു നിൽക്കുന്നതായിട്ടൊരു വൃക്ഷം നിൽക്കുന്നു, ആൽ വൃക്ഷം. അപ്പൊ നമുക്ക് എന്ത് അനുമാനിക്കാം? നമ്മുടെ ആ ചെറിയ കടുകുമണിയേക്കാൾ ചെറുതായിട്ടുള്ള ആലിന്റെ ആ ബീജത്തിൽ നിന്ന്, വിത്തിൽ നിന്ന് ഇത്രയും വലിയ സസ്യം ആവിർഭവിച്ചിരിക്കുന്നു. അപ്പൊ ആ ആലിന്റെ വിത്തിന് എന്തുണ്ട്? ആ പൊട്ടൻസി ഉണ്ട്. ഇത്രയും ശാഖകളും ഉപശാഖകളും ഇലകളും എല്ലാം ജനിപ്പിക്കുവാൻ പോകുന്ന പൊട്ടൻസി ഉള്ളതാണ് ആ കടുകുമണിയേക്കാൾ ചെറിയ ആലിന്റെ വിത്ത് പോലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൽപ്പാദിപ്പിച്ചതായിട്ടുള്ള ആ ശക്തി ഒമിനി പൊട്ടന്റ് അല്ലേ? സർവശക്തനല്ലേ? ആ സർവശക്തിയിൽ നിന്നാണ് ഈ കാണുന്ന ഇത്രയും കാലം ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും ഇനി ഉണ്ടാവാനിരിക്കുന്നതുമായിട്ടുള്ള സർവ്വതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, യാതൊന്നിൽ നിന്നാണോ ഈ കാണുന്ന സർവചരാചരങ്ങളും ഉണ്ടായി വരുന്നത്, ആ തത്വം, ആ പരമമായിട്ടുള്ള കാരണം, അതിനെയാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന് ബ്രഹ്മം എന്ന് പറയാൻ കാരണം അത് ബൃഹത്തായതുകൊണ്ട്, എന്ന് വെച്ചാൽ വലുതായതുകൊണ്ട്, ഈ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായതുകൊണ്ട്. എല്ലാറ്റിനേക്കാളും വലുതാണത്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണത്. അതുകൊണ്ട് അതിന് ബ്രഹ്മം എന്ന പേര്. അപ്പൊ അതിനെ ആശ്രയിച്ച് തന്നെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അവസാനം ഇതെല്ലാം കാണാതായാലും പ്രളയകാലത്താണെങ്കിലും എല്ലാം അതിലേക്ക് തന്നെ ചെന്ന് ലയിക്കുന്നു. ഇനി അതിനെക്കുറിച്ച്, അപ്പൊ ഇത് തടസ്ഥ ലക്ഷണം. മറ്റൊരു ലക്ഷണമാണ് ബ്രഹ്മത്തിന് സ്വരൂപ ലക്ഷണം എന്ന് പറയും.
ബ്രഹ്മത്തെ ഡെഫനിഷൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവല്ല ബ്രഹ്മം. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ലിമിറ്റ് ചെയ്ത് അതിന്റെ ഡയമെൻഷൻസ് പറഞ്ഞ് അതിന്റെ ക്വാളിറ്റീസ് ഇത്രമാത്രം എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമ്പോഴേ ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദിസ് മച്ച് ഓൺലി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന ഒരു വസ്തുവല്ല ബ്രഹ്മം. കാരണം അത് ബ്രഹ്മം ഇൻഫിനിറ്റ് ആയതുകൊണ്ട്. ഇൻഫിനിറ്റിനെ നമുക്ക് നമ്മുടെ ഫൈനൈറ്റ് ആയിട്ടുള്ള വാക്കുകൊണ്ടോ ഫൈനൈറ്റ് ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ബുദ്ധി കൊണ്ടോ ഫൈനൈറ്റുകളായിട്ടുള്ള കാര്യങ്ങളെ മാത്രം കാണാൻ കഴിയുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ വസ്തുവിനെ വേദം തന്നെ പറഞ്ഞു, അതിനെ നിർവചിക്കാൻ സാധ്യമല്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സോടുകൂടെ വാക്ക് അതിനെ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ നിരാശപ്പെടുന്നു, അല്ലെങ്കിൽ നിസ്സഹായമായി മടങ്ങുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ഒരു ലക്ഷണം സൂചിപ്പിച്ചു. അനേക ലക്ഷണ പദങ്ങൾ വേദത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വരൂപ ലക്ഷണം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഇതാണ് വേദത്തിൽ ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയതായിട്ടുള്ള അതിന്റെ ലക്ഷണം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന്. എന്താണ് ബ്രഹ്മം? അത് സത്യമാണ്, അത് ജ്ഞാനമാണ്, അത് അനന്തമാണ്. ഒന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. സത്യം ബ്രഹ്മ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ജ്ഞാനം ബ്രഹ്മ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, അനന്തം ബ്രഹ്മ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. കാരണം നമ്മുടെ ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരായതുകൊണ്ട് സത്യം ബ്രഹ്മ എന്ന് കേൾക്കുമ്പോഴേക്കും അതിനെയും കൊണ്ടുപോയിട്ട് തർക്കിക്കാൻ തുടങ്ങും. പിന്നെ അപ്പൊ ആ തർക്കം അന്ധനാനയെ കണ്ട പോലെയാവും. ആന കാലാണ്, തൂണുപോലെയാണ്, ആന മുറം പോലെയാണ്, ആന ചൂല് പോലെയാണ് എന്നൊക്കെ ഒരു ഭാഗം മാത്രം പിടിച്ചുകൊണ്ട് ആളുകൾ തർക്കിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഋഷി ഫുൾ സ്റ്റോപ്പ് ഇടാതെ ബ്രഹ്മത്തിന് 3 പദങ്ങൾ ഒന്നിച്ച് പറഞ്ഞു ഒറ്റ സ്ട്രെച്ചില്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആ ബ്രഹ്മത്തിന്റെ 3 ഭാവങ്ങൾ, 3 ലക്ഷണങ്ങൾ. സത്യമാണത്, ജ്ഞാനമാണത്, അനന്തമാണത്. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലത്തും നാശമില്ലാത്തത്, ഭൂതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത്, ഭാവിയിൽ ഒരിക്കലും നശിക്കാതെ നിലനിൽക്കുന്നതും വർത്തമാനത്തിലും ഉള്ളതും, ത്രികാല അബാധിതമായിരിക്കുന്ന വസ്തുവിന്റെ പേരാണ് സത്യം. അപ്പൊ സത്യമായതുകൊണ്ട് ഒരു വസ്തു ഉണ്ട്, ശരി. അപ്പൊ ബ്രഹ്മം സത്യം, ശരി. അപ്പൊ അത് ജഡമാണോ എന്നൊരു ചിന്ത വരാം. ആ ജഡമല്ല, അത് ബോധസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, അത് കോൺഷ്യസ് ആണ്, അത് ചൈതന്യമാണ് എന്ന് പറയാനാണ് ഉടനെ തന്നെ ജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പൊ ശങ്കയില്ല, അത് ജഡമല്ല. ബ്രഹ്മം ജഡമായിരുന്നെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ ജഡമായേനെ. ഒന്നിനും ചൈതന്യം ഉണ്ടാവില്ലായിരുന്നു, ഒന്നും സചേതനമാവില്ലായിരുന്നു. ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ഒന്നും പറയാനും ഒന്നും ചെയ്യാനും കഴിയില്ലായിരുന്നു. ഒന്നിനും വളർച്ചയും ഉണ്ടാവില്ല, ഒക്കെ കല്ലുപോലെ ഇരിക്കുമായിരുന്നു. കല്ലുപോലും ജഡമൊന്നുമല്ല, സാപേക്ഷികമായിട്ടുള്ളൊരു ജഡത്വമേ കല്ലിനുള്ളൂ. അതിനുമുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ്. സസ്യജാലങ്ങൾക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, ജന്തുജാലങ്ങൾക്കുണ്ട്, മനുഷ്യന്റെ കാര്യം പറയണ്ട. അപ്പൊ നമുക്കൊക്കെ ബോധമുണ്ടോ? ബോധം ഉണ്ടെങ്കിൽ എവിടുന്നാ കിട്ടിയത്? അത് സ്രോതസ്സിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, കാരണത്തിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ ബോധം. അപ്പൊ ആ കാരണം എന്തായിരിക്കും? അത് ഓൾ നോയിങ് ആയിരിക്കും. നമ്മൾക്ക് അല്പജ്ഞാനം ഉണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടിയതാണ്? അത് ആ പൂർണ്ണ ജ്ഞാനത്തിൽ നിന്ന്, സർവജ്ഞതയിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിന് ജ്ഞാനം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അനന്തം, 3ാമത്തെ പദം. അപ്പൊ ആ സത്യം ജ്ഞാനമായിരിക്കുന്ന ബ്രഹ്മം അത് പരിമിതമായിരിക്കുമെന്ന്, ദേശത്തിൽ പരിമിതമായിരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയെ അകറ്റാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു അനന്തം. അത് ദേശത്തിലും പരിമിതമല്ല. സത്യം എന്നുള്ളത് കൊണ്ട് അത് കാലപരിമിതമല്ല എന്നും, അനന്തം എന്നതുകൊണ്ട് അത് ദേശപരിമിതമല്ല എന്നും ഉറപ്പ് പറഞ്ഞു. ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അത് ചൈതന്യമാണ്, ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ് എന്നും പറഞ്ഞു. അങ്ങനെ കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം സാന്ദ്രാനന്ദാവബോധാത്മകം ആ ബ്രഹ്മതത്വം അത് തന്നെയാണ് ആര്? ഈ സാമ്പൻ. ദാറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി, അതാണ് പരബ്രഹ്മം. സാമ്പേ പരബ്രഹ്മണി
മേ ഹൃദയം സുഖേന രമതാം, എൻ്റെ ഹൃദയം സുഖമായിട്ട് രമിക്കട്ടെ. എങ്ങനെയാണോ ഒരു മത്സ്യം ജലത്തിൽ രമിക്കുന്നത്, അല്ലെങ്കിൽ താറാവുകൾ ജലത്തിൽ രമിക്കുന്നത്, ഡക്ക് ടു വാട്ടർ എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് യാതൊരു സ്ട്രെയിനുമില്ലാതെ എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സിന്റെ ഭക്തി, ആ പ്രേമം, രതി, അത് ഭഗവാന്റെ നേർക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്നർത്ഥം. എങ്ങനെയാണോ ജലം സ്വാഭാവികമായി താഴേക്ക് ഒഴുകുന്നത്, എങ്ങനെയാണോ അഗ്നി സ്വാഭാവികമായി മുകളിലേക്ക് ജ്വലിക്കുന്നത്, അതുപോലെ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സും ഭഗവാനിലേക്ക് ഒഴുകണം, രമിക്കണം, ആസക്തിയുള്ളതായി തീരണം. ഇപ്പോഴുള്ള ലോകത്തിലുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ എൻ്റെ മനസ്സ് തിരിച്ചു വന്ന് ആ ഭഗവാന്റെ നേരെ, പരബ്രഹ്മസ്വരൂപനായ സത്യസ്വരൂപനായ ആ ഭഗവാനിലേക്ക് തിരിയണം. തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. ഇത് എല്ലാ ശ്ലോകങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു വരിയാണ്, അവസാനത്തെ വരി. അപ്പൊ ബാക്കിയുള്ള 3 വരികൾ ഓരോന്നിലും വ്യത്യസ്തമായി ഓരോ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുകയാണ്. അതിൽ ആദ്യത്തെ ശ്ലോകം വളരെ മനോഹരമാണ്. അത് ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഇന്ന് നാളെയും കൂടിയിട്ട് അതിനെ വിസ്തരിക്കാം. സാംബോ നക്കുലദൈവതം പശുപതേ സാംബ ത്വദീയാവയം സാംബം സ്തൗമി സുരാസുരോരഗണാഃ സാംബേന സന്താരിതാഃ സാംപായാസ്തു നമോ മയാ വിരചിതം സാംബാത് പരം നോ ഭജേ സാംബസ്യാനുചരോസ്മ്യഹം മമ ഹൃദി സാംബേ പരബ്രഹ്മണി. ഇവിടെ എത്ര പ്രാവശ്യം സാംബ 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 എന്ന് പറഞ്ഞു എന്ന് ഒന്ന് എണ്ണി നോക്കുക. ആ സാംബ ശബ്ദത്തിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കുക. എങ്ങനെയാ പറഞ്ഞത്? ഒന്നാമത്തെ വരിയിൽ സാംബോ ന കുലദൈവതം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വരിയിൽ സാംബ ത്വദീയാവയം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ വരിയിൽ സാംബം സ്തൗമി എന്ന് പറഞ്ഞു. നാലാമത്തെ വരിയിൽ സാംബേന സന്താരിത എന്ന് പറഞ്ഞു. അഞ്ചാമത്തെ വരിയിൽ സാംബായ സാംബായ അസ്തു സാംബായ അസ്തു എന്ന് പറഞ്ഞു. അഞ്ചാമത്തെ വരിയിൽ സാംബാദ് പരം എന്ന് പറഞ്ഞു. ആറാമത്തെ വരിയിൽ സാംബസ്യ അനുചര അസ്മി എന്ന് പറഞ്ഞു. എട്ടാമത്തെ വരിയിൽ സാംബേ പരബ്രഹ്മണി മമരതി എന്ന് പറഞ്ഞു. അപ്പോൾ 8 പ്രാവശ്യം സാംബ ശബ്ദം പ്രയോഗിച്ചു. ഇതെന്താ സൂചിപ്പിക്കുന്നത്? സംസ്കൃത ഭാഷ അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളവര് ഇത് പഠിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താ കാരണം വെച്ചാൽ, ഒരു നാമശബ്ദങ്ങളെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആ വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് ആ നാമത്തെ വിശേഷേണ എന്തർത്ഥത്തിലാണത് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വേർതിരിച്ച് കാണിക്കാനായിട്ടാണ് ആ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നത്. അപ്പൊ അങ്ങനെ 7 വിഭക്തികളാണ് സംസ്കൃത ഭാഷയിൽ നാമശബ്ദങ്ങൾക്ക് ഉള്ളത്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി എന്ന്. പിന്നെ ഒന്നും കൂടിയുണ്ട്, അത് സംബോധന പ്രഥമ എന്ന് പറയും. സംബോധന, അത് ആഹ്വാനം ചെയ്യാൻ, വിളിക്കാൻ, സംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രഥമാ വിഭക്തി. അപ്പൊ അങ്ങനെ അതും അടക്കം 8 എന്ന് വേണമെങ്കിൽ പറയാം. 7 വിഭക്തിയും സംബോധനയും ചേരുമ്പോൾ, സംബോധന പ്രഥമയും ചേരുമ്പോൾ 8 വിഭക്തി. ആ 8 വിഭക്തി പ്രയോഗങ്ങളാണ് ഇവിടെ സാംബ ശബ്ദം കൊണ്ട് ആചാര്യ ഭഗവത്പാദർ നടത്തിയിരിക്കുന്നത്. അപ്പൊ ആചാര്യ ഭഗവത്പാദരാണ് ഇങ്ങനൊരു പ്രയോഗം, ഈ വിഭക്തി പ്രയോഗം കൊണ്ട് ആദ്യമായിട്ടൊരു ശ്ലോകം ഉണ്ടാക്കിയിരിക്കണമെന്ന് വിചാരിക്കണം. അതിനുശേഷം കുലശേഖര ആഴ്വാരും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയൊക്കെ കൃഷ്ണശബ്ദം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. വേറെ ചിലർ ഗുരുശബ്ദം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ശബ്ദങ്ങളെ കൊണ്ടും പല കവികളും പിന്നീട് ഇതുപോലെ ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട്. മേൽപ്പത്തൂരിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ് കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനേവ സുരക്ഷിതോഹമസകൃത്
കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോഃ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. അവിടെ കൃഷ്ണ ശബ്ദം കൊണ്ട് 8 പ്രാവശ്യം പ്രയോഗിച്ചു. അതേപോലെ തന്നെയാണ് കുലശേഖരാഴ്വാരും സമാനമായിട്ടുള്ള, കുലശേഖരാഴ്വാരാണ് ആദ്യം പ്രയോഗിച്ചത്, പിന്നീട് അതിനെ കോപ്പിയടിച്ചു നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മേൽപ്പത്തൂരിന് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പറയാം, നമ്മൾ ആദ്യം ചെയ്ത ആളെ നമ്മൾ ജ്യേഷ്ഠനായിട്ട് കണക്കാക്കും. അപ്പോ ഇങ്ങനെ രാമശബ്ദം കൊണ്ടുള്ള ശ്ലോകങ്ങളുണ്ട്, ഗുരുശബ്ദം കൊണ്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അങ്ങനെ 7 വിഭക്തികളും സംബോധനയും പ്രയോഗിച്ചിട്ട്. ഇപ്പോൾ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ ആദ്യം പഠിക്കുന്ന ശബ്ദം നാമങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ വിഭക്തി ഉറപ്പിക്കാനായിട്ട് രാമഃ രാമൗ രാമാഹ, രാമം രാമേ, രാമൗ രാമാൻ, രാമായ രാമേണ രാമാഭ്യാം രാമൈഃ, രാമായ രാമാഭ്യാം രാമേഭ്യഃ, രാമാത് രാമാഭ്യാം രാമേഭ്യഃ, രാമസ്യ രാമയോഃ രാമാണാം, രാമേ രാമയോഃ രാമേഷു, ഹേ രാമ, ഹേ രാമൗ, ഹേ രാമാഹ, ഇങ്ങനെ പറഞ്ഞ് ചൊല്ലി പഠിക്കണം. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഏകവചനം മാത്രമല്ല ദ്വിവചനവും ബഹുവചനവും കൂടി വിഭക്തിയിൽ ചൊല്ലി പഠിക്കണം. ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്, ഡ്യുവൽ കേസ് ഉണ്ട്, മൾട്ടിപ്പിൾ കേസ് ഉണ്ട്, അങ്ങനെ പ്ലൂറൽ വചനങ്ങളും. അപ്പൊ സിംഗുലർ, ഡ്യുവൽ, പ്ലൂറൽ, ഇങ്ങനെ 3 വചനങ്ങളായിട്ട് വിഭക്തികൾ പഠിക്കണം. അപ്പൊ ആ കൂട്ടത്തില് ഇവിടെ ഏകവചനം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ശ്ലോകം. സാംബഹ എന്നുള്ള അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിന്റെ 7 വിഭക്തികൾ പ്രയോഗിച്ചിരിക്കണം. അപ്പൊ സാംബഹ, സാംബഹ എന്നുള്ളതാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. സാംബഹ നഹ കുലദൈവതം, സാംബോ ന കുലം എന്ന് പറഞ്ഞത്, സാംബോ എന്നുള്ളത് വിസർഗം ഓ നായതാണ്. അപ്പൊ പിരിക്കുമ്പോ സാംബഹ എന്നാവും. സാംബഹ നഹ കുലദൈവതം എന്നർത്ഥം. അതൊരു പ്രസ്താവന പറയണം ആദ്യമേ. സാംബൻ, മഹാദേവൻ, അംബാസമേതനായ ഭഗവാൻ, നഹ, നഹ എന്ന് പറയുമ്പോ അസ്മാകം, ഞങ്ങളുടെ എന്നർത്ഥമാണ്. ഞങ്ങളുടെ കുലദൈവതം, ഞങ്ങളുടെ കുലദേവതയാണ്, പരദേവതയാണ്. ഞങ്ങള് പാരമ്പര്യമായിട്ട് എൻ്റെ മുത്തശ്ശന്മാരും എൻ്റെ മുത്തശ്ശനും അച്ഛനും ഞങ്ങൾ പൂർവീകമായിട്ട് ആരാധിച്ചു വരുന്ന ആ ഒരു ഈശ്വര സമ്പ്രദായം, അത് മഹാദേവനെയാണ്. അപ്പൊ ഞങ്ങൾ മഹാദേവ ഭക്തന്മാരാണ്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പരമ്പരയാ, ഞങ്ങളുടെ കുലമായിട്ട്. അപ്പൊ ഞങ്ങൾ ആ മഹാദേവനെയാണ് കുലദേവനായിട്ട്, ഞങ്ങളുടെ രക്ഷകനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. സാംബഹ നഹ കുലദൈവതം, സാംബൻ ഞങ്ങളുടെ കുലദേവതയാകുന്നു. പശുപതേ എന്ന് ഒരു സംബോധന വിളിച്ചിട്ട് പിന്നെ സാംബ ത്വദീയാവയം. അവിടെ സാംബ എന്നുള്ളതിനാണ് പ്രധാനം, അത് സംബോധനയാണ്, സംബോധനാ പ്രഥമ. ഹേ സാംബ എന്നർത്ഥം. അതിനോടുകൂടെ പശുപതേ എന്നും കൂടെ കൂട്ടിയ വൃത്തം ഒപ്പിക്കാൻ വേണ്ടി. അപ്പൊ പശുപതേ സാംബ ത്വദീയാവയം. പശുപതിയായ ഭഗവാൻ പശുപതിയാണ്. പശു എന്ന് പറഞ്ഞാൽ എല്ലാ ജീവന്മാരും പശുക്കളാണ്, ലോകം മുഴുവൻ പശുക്കളാണ്, നമ്മളൊക്കെ ഓരോരുത്തരും പശുക്കളാണ്. രക്ഷിക്കപ്പെടേണ്ടവർ എന്നുള്ള അർത്ഥത്തിലാണ് പശു എന്നിവിടെ. പാശം കൊണ്ട് ബന്ധിച്ച് രക്ഷിക്കപ്പെടേണ്ടവർ, നിയമങ്ങളെ കൊണ്ട് നിയന്ത്രിച്ച്. ഇവിടെ പാശം എന്ന് പറഞ്ഞാൽ കയറ്, മൂക്ക് കയറിടുക എന്ന് പറഞ്ഞാൽ ഏത് മൂക്ക് കയറാണ്? നമ്മുടെ നിയമങ്ങളാണ് നമ്മുടെ പാശങ്ങൾ. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരു സിറ്റിസൺ ആയിട്ട് കഴിയുന്ന നമുക്ക് കയറുകൾ കെട്ടിയിട്ടുണ്ട്, നമ്മളെ വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മുതലായിട്ട് ഏതെല്ലാം വകുപ്പുകളുണ്ടോ, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ളതായിട്ട് നിയമങ്ങളെ കൊണ്ട് നമ്മൾ ബന്ധിതരാണ്. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഗതാഗത നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, അല്ലേ? അതുപോലെ ഓരോ രംഗത്തും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചതായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് ബാധകമാകുന്നു. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മളെ കയറില്ലാതെ കെട്ടിയിരിക്കുക, മൂക്ക് കയറിട്ടിരിക്കുക, പാശമാണ്.
ആ പാശങ്ങളെ കൊണ്ട് ബന്ധിച്ച് നിയന്ത്രിച്ച് നടത്തേണ്ടവൻ, രക്ഷിക്കേണ്ടവൻ പശു. നമ്മളൊക്കെ പശുക്കളാണ്. വേദശാസ്ത്രങ്ങളാണ് നമ്മുടെ പ്രാചീനമായിട്ടുള്ള പാശങ്ങൾ. നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഋഷീശ്വരന്മാരിലൂടെ നമ്മളെ ഈ പ്രപഞ്ചത്തിൽ അടക്കവും ഒതുക്കവും മര്യാദക്കാരുമായി ജീവിക്കാൻ വേണ്ടി മൂക്കുകയറിട്ടു. ഏത് മൂക്കുകയറ്? വേദങ്ങളാകുന്ന മൂക്കുകയറ്. വേദങ്ങളും സ്മൃതികളും ഒക്കെ നമുക്കുള്ള നിയന്ത്രണങ്ങളാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ്. നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്. ഓരോരുത്തരുടെയും കർത്തവ്യം എന്താണെന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നിയമങ്ങളാണ് ഈ പറഞ്ഞ വേദശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, സ്മൃതികളെല്ലാം തന്നെ. അത് കയറുകളാണ്. ആ കയറുകളെ കൊണ്ട് ബന്ധിച്ച് നടത്തപ്പെടേണ്ടവർ, രക്ഷിക്കപ്പെടേണ്ടവരാണ് പശുക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളൊക്കെ പശുക്കളാണ്. അത് നമ്മുടെയൊക്കെ പശുക്കളുടെയൊക്കെ പതി പശുപതി, രക്ഷകൻ ഭഗവാൻ. ആ പശുപതയെ സംബോധന ചെയ്യണ പശുപതേ. ഹേ പശുപതേ, ഹേ സാംബ, അല്ലയോ മഹാദേവ, ത്വദീയാ വയം, വയം ത്വദീയാ, വയം ഞങ്ങൾ, ഈ ഞങ്ങളൊക്കെ, ത്വദീയാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങയുടേതാകുന്നു എന്നർത്ഥം. ത്വദീയം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ എന്ന് തന്നെയാണ് ഇവിടെ. ത്വദീയ എന്ന് ബഹുവചനം, വയം എന്ന് പറഞ്ഞപ്പോ ബഹുവചന ശബ്ദം പോലെയാണ്. നമ്മൾ എല്ലാവരും അങ്ങയുടേതാകുന്നു. വയം ത്വദീയ, ഞങ്ങളെല്ലാം അങ്ങയുടെ സ്വന്തം ആളുകളാകുന്നു. വി ബിലോങ്സ് ടു യു, യു ആർ ദ ഓണർ എന്ന് വെച്ചാൽ നമ്മൾ പശുക്കളാണ്, അല്ലെ? പശുക്കൾക്ക് ഒരു ഉടമസ്ഥൻ വേണ്ടേ? രക്ഷകൻ വേണ്ടേ? രക്ഷകന്മാരില്ലാത്ത പശുക്കള് വേഗം നശിച്ചു പോകും. ഏത് മൃഗങ്ങളും അതിനെ ആക്രമിച്ച് കൊല്ലാം, ഭക്ഷണം കിട്ടാതെ നശിക്കാം, കള്ളന്മാർ കെട്ടിക്കൊണ്ടുപോയിട്ട് അതിനെ അറുത്ത് തിന്നാം, എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ പശുക്കളായാൽ എന്ത് വേണം? രക്ഷകന്മാർ വേണം. അതുപോലെ ഇപ്പൊ ഈ പശുക്കളായിട്ടുള്ള ഞങ്ങൾക്ക് പശുപതിയായ അങ്ങ് തന്നെയാണ് ഉടമസ്ഥൻ, ഞങ്ങളുടെ എല്ലാം എല്ലാം. അതാണ് ഇവിടെ ത്വദീയ എന്ന് പറയുന്നത്. വയം ത്വദീയ, വി ബിലോങ്സ് ടു യു, യു ആർ ദ ഓണർ, യു ആർ ദ സ്വാമി, ഞങ്ങളുടെ ഉടമസ്ഥൻ അങ്ങാകുന്നു. ത്വദീയ വയം. സാംബം സ്തൗമി, സാംബം സ്തൗമി. ഇവിടെ സ്തൗമി എന്ന് പറയുമ്പോൾ ഏകവചന ക്രിയയാണ്. അഹം സ്തൗമി, സ്തുതി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. വേറൊരാൾ സ്തുതിക്കുകയാണെങ്കിൽ സ്തൗതി എന്ന് പറയും. നീ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തൗഷി എന്ന് പറയും. ഞാൻ സ്തുതിക്കുമ്പോൾ സ്തൗമി, അഹം സ്തൗമി. ഐ ഡു പ്രൈസ്, ഞാൻ സ്തുതിക്കുന്നു. ആരെ? സാംബം. അവിടെ ദ്വിതീയയാണ് സാംബം എന്നുള്ള പ്രയോഗം. സാംബഹ എന്നത് പ്രഥമയായിരുന്നെങ്കിൽ, ഹേ സാംബ എന്നത് സംബോധനയായിരുന്നെങ്കിൽ, സാംബം എന്നത് സാംബനെ എന്ന് ദ്വിതീയ വിഭക്തി. അപ്പൊ സാംബനെ സ്തുതിക്കുന്നു ഞാൻ എന്നാണ് സാംബം സ്തൗമി. അപ്പൊ ഞാൻ സാംബനെ സ്തുതിക്കുന്നു. തുടർന്ന് സുരാസുരോരഗണാഹ സാംബേന സന്ധാരിതാഹ. അവിടെ സാംബേന എന്നുള്ളതാണ് സാംബനെ സംബന്ധിച്ച പ്രയോഗം. അപ്പൊ അത് ഏത് വിഭക്തി? തൃതീയ വിഭക്തി. സാംബനാൽ എന്നാണ് അവിടെ അർത്ഥം. സാംബനാൽ. എന്താ സാംബനാൽ? സാംബനാൽ സുരാസുര ഉരഗണാഹ സന്താരിതാഹ. സന്താരിതാഹ എന്ന് പറഞ്ഞാൽ സമ്യക്കായി തരണം ചെയ്യപ്പെട്ടു, സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യിക്കപ്പെട്ടു, കരകയറ്റപ്പെട്ടു എന്നൊക്കെ അർത്ഥം. ആരാണ്? സുരന്മാര്, അസുരന്മാര്, ഉരകങ്ങള്, അവരുടെയൊക്കെ ഗണങ്ങള് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സർവരെയും രക്ഷിക്കുന്നത്, സംസാര സാഗരത്തിന്റെ മറുകര കടത്തുന്നത് ഒക്കെ ആരാണ്? സാംബനാണ്. അപ്പൊ സാംബനെ ആശ്രയിക്കുന്നവർ സംസാരത്തിന്റെ മറുകര കടക്കുന്നു. അത് സുരന്മാരാവാം, അസുരന്മാരാവാം, ഉരകഗണങ്ങളാവാം. എല്ലാം പെട്ടുപോയില്ല. ഗന്ധർവാഹ, നരാഹ, എല്ലാം, രാക്ഷസാഹ, യക്ഷാഹ, കിന്നരാഹ എന്ന് ഏത് വർഗത്തെയും അതിൽ പെടുത്താം. ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. സുരാസുരഗണ ഉരകഗണാഹ സാംബേന സന്ധാരിതാഹ. എല്ലാവരാലും സാംബനാൽ രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെട്ടു, സംസാര സാഗരം തരണം ചെയ്യിക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം. അപ്പൊ സാംബേന തൃതീയ. അടുത്തത് സാംബായ അസ്തു നമോ മയാ വിരചിതം.
അടുത്തത്. അപ്പൊ സാമ്പായ എന്ന് പറഞ്ഞാൽ ചതുർത്ഥി വിഭക്തിയാണ്. സാമ്പനായിക്കൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സാമ്പനായിക്കൊണ്ട് അസ്തു ഭവിക്കട്ടെ എന്ത്? നമഃ, എന്റെ നമസ്കാരം. ഏത് നമസ്കാരം? മയാ വിരചിതം നമഃ, എന്നാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള നമസ്കാരം സാമ്പനായിക്കൊണ്ട് ഭവിക്കട്ടെ. അപ്പോ എന്റെ ഈ നമസ്കാരം അങ്ങേക്കായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് താല്പര്യം. സാമ്പാജാസ്തു നമോ മയാ വിരചിതം സാമ്പാത് പരം നോ ഭജേ. അടുത്തത് സാമ്പാദ്, പഞ്ചമിയാണ് സാമ്പാദ്. സാമ്പനിൽ നിന്ന് പരം നോ ഭജെ. ഇവിടെ പരം എന്ന് പറഞ്ഞാൽ അന്യനെ, നോ ഭജെ അഹം നോ ഭജെ, ഞാൻ ഭജിക്കുന്നില്ല. അപ്പൊ സാമ്പനെ അല്ലാതെ സാമ്പനിൽ നിന്ന് അന്യനായിട്ട് വേറൊരാളെ ഞാൻ ഭജിക്കുന്നില്ല. സാമ്പനേക്കാൾ ശ്രേഷ്ഠനായിട്ടും ഒരാൾ ഭജിക്കത്തക്കതായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സാമ്പനെ മാത്രം ഭജിക്കുന്നു എന്നുള്ള തന്റെ ഏകാന്ത ഭക്തിയെ പ്രകടിപ്പിക്കുകയാണ്, അനന്യ ഭക്തിയെ പ്രകടിപ്പിക്കുകയാണ്. ഐ സർവ് ടു സാമ്പ എലോൺ. സാമ്പാദ് പരം നോ ഭജേ, ഞാൻ ഭജിക്കുന്നേയില്ല. അത് പഞ്ചമി. അടുത്തത് ഷഷ്ടി വിഭക്തി പറയണു. സാംബസ്യാനുചരോസ്മ്യഹം. സാംബസ്യ അനുചരഃ അസ്മി അഹം. അഹം ഞാൻ സാംബസ്യ അനുചരഃ അസ്മി, ഞാൻ സാമ്പനെ അനുചരിക്കുന്നവനാകുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പനെ അനുസരിക്കുന്ന സാമ്പന്റെ ഭൂതഗണങ്ങളെ പോലെ സേവകനാകുന്നു ഞാനും. സാമ്പന്റെ ഭൃത്യനാകുന്നു ഞാൻ. സാമ്പന്റെ നിയമങ്ങളെ പാലിക്കുന്നവനാകുന്നു ഞാൻ. സാമ്പന് വേണ്ടി എന്റെ ജീവിതത്തെ സാമ്പ സേവയാക്കി മാറ്റുന്നവനാകുന്നു ഞാൻ എന്നർത്ഥം. സാമ്പ ഭക്തനാകുന്നു. സാംബസ്യ അനുചരഃ അസ്മി അഹം. അപ്പോ ഷഷ്ടി വിഭക്തി. അടുത്തത് സപ്തമി വിഭക്തി പറയാണ്. മമ രതിഹി സാംബേ പരബ്രഹ്മണി. സാംബേ എന്ന് പറഞ്ഞാൽ സാമ്പനിൽ എന്നർത്ഥം, സപ്തമി വിഭക്തി. അപ്പൊ പരബ്രഹ്മണി എന്നത് വിശേഷം. പരബ്രഹ്മമായിരിക്കുന്ന സാമ്പനിൽ മമ രതിഹി, എന്റെ രതി, എന്റെ രമണം, എന്റെ താല്പര്യം, എന്റെ പ്രേമം, എന്റെ അനുരാഗം, എന്റെ ഭക്തി, എന്റെ നിഷ്കളങ്കമായ ഭക്തി, സ്വാഭാവികമായ പ്രേമം, അത് ഭഗവാനിലേക്ക് ഞാൻ ഉണ്ടാകുമാറാകട്ടെ എന്നൊക്കെ താല്പര്യം. മമ രതിഹി സാംബേ പരബ്രഹ്മണി, എന്റെ ഭക്തി, എന്റെ മനസ്സ് രമിക്കുന്നത് ആ പരബ്രഹ്മമായ സാമ്പനിലാകുന്നു എന്ന് പറയുകയാണ്. അപ്പോ അതിമനോഹരമായിട്ടുള്ള സംസ്കൃത ഭാഷയിലെ വിഭക്തികളെ ഏഴിനെയും ക്രമത്തിൽ പ്രയോഗിച്ച് സംബോധന പ്രഥമയെയും പ്രയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ 8 നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഭഗവാനും നമ്മളും തമ്മിലും ഭഗവാനും ലോകവും തമ്മിലുള്ളതായിട്ടുള്ള ആ ഒരു ബന്ധത്തെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു. സാംബോ നക്കുലദൈവതം പശുപതേ സാംബ ത്വദീയാവയം. സാംബം സ്തൗമി സുരാസുരോരജഗണാഃ സാംബേന സംഗാരിതാഃ. സാംബായാസ്തു നമോ മയാ വിരചിതം സാംബാത് പരം നോ ഭജേ. സാംബസ്യാനുചരോസ്മ്യഹം മമ രതിഃ സാംബേ പരബ്രഹ്മണി. ഇന്ന് ഇത്രയും മതി. നാളെ ഇതേ നേരത്തെ 8:30 മണിക്ക് തുടരാം. ഇന്ന് 10:30 മണിക്ക് ഭജഗോവിന്ദം തുടരുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനാശംസകൾ. ഹരി ഓം.